വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളുടെ കൂടെ ഞാൻ ശ്രുതി ടീച്ചറാണ് കേട്ടോ. അപ്പൊ എന്റെ കുഞ്ഞുങ്ങൾ എല്ലാവരും, മക്കളെല്ലാവരും എന്താണ്, പരീക്ഷാ തിരക്കിലാണ്. അപ്പൊ ഏതൊക്കെ ചോദ്യങ്ങൾ ഏതൊക്കെ പാഠത്തിൽ നിന്ന് എങ്ങനെയൊക്കെ വരും, അതിനെങ്ങനെ ഉത്തരം എഴുതിയാൽ എങ്ങനെ മാർക്ക് നേടാം എന്നൊക്കെയുള്ള ചിന്തയായിരിക്കും. നിങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലായിരിക്കും. അപ്പൊ അതിനൊരു സൊല്യൂഷൻ ടീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താണ് ചില ചോദ്യങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞുതരാം. അപ്പൊ ഇന്ന് വന്നിരിക്കുന്നത് എപ്പോഴും പരീക്ഷയ്ക്ക് ഉണ്ടാവുന്ന ഒരു ചോദ്യം മക്കൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏതാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ലൈവ് ക്ലാസ്സിൽ എല്ലാ മക്കളും എന്ത് ചെയ്യണം? അറ്റൻഡ് ചെയ്യണം കേട്ടോ. നമുക്ക് പരീക്ഷ അടിപൊളിയായിട്ട് എഴുതണം, നല്ല മാർക്കും വാങ്ങണം. ഇതാണ് പരീക്ഷാ ചോദ്യം എന്ന് പറയുന്നത്. ഇത് അതേപോലെ തന്നെ ടീച്ചർ ഇവിടെ എഴുതിയത് ഇതുകൊണ്ടാണ്. എന്താണ് ചോദ്യം? താരതമ്യക്കുറിപ്പാണ് കേട്ടോ. താരതമ്യക്കുറിപ്പ് താരതമ്യം എന്ന് പറഞ്ഞാൽ എന്താ? കമ്പയർ ചെയ്യാ അല്ലെ. പണം വെച്ചിട്ട് പോ, നിന്റെ കണ്ണ് ഞാൻ ചുരന്നെടുക്കും. പണം വെച്ചിട്ട് പോ, നിന്റെ കണ്ണ് ഞാൻ ചുരന്നെടുക്കും. ആരായിരുന്നു പറഞ്ഞത്? ഹോട്ടൽ ഉടമയായിരുന്നു അല്ലെ. ഇങ്ങനെ പറയുന്ന ഹോട്ടൽക്കാരന്റെയും ബഷീറിനെ ആപത്തിൽ നിന്ന് രക്ഷിച്ച പോക്കറ്റ് അടിക്കാരന്റെയും മനോഭാവങ്ങൾ, അതായത് രണ്ടുപേരും രണ്ട് വ്യത്യസ്ത സ്വഭാവത്തിലുള്ളവരാണ്. അവരുടെ രണ്ടുപേരുടെയും മനോഭാവങ്ങൾ താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം. നമ്മൾ ഈ കഥ അടിപൊളിയായിട്ട് പഠിച്ചതാണ്. വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ് അല്ലെ. ക്രൂരനായ ഒരു ഹോട്ടൽ ഉടമ, ബഷീറിന്റെ വസ്ത്രങ്ങളൊക്കെ അഴിക്കാനുള്ള ഒരു ശ്രമമാണ്. പേഴ്സ് നഷ്ടപ്പെട്ടു, പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടും ആരും കേട്ടില്ല. ഹോട്ടൽ ഉടമ കേട്ടില്ല. ആ സമയത്ത് ബഷീറിന്റെ പേഴ്സ് മോഷ്ടിച്ച ആള് തന്നെ പണവുമായിട്ട് വരുന്നതാണ് അല്ലെ. ഒരു നന്മയുടെ ഒരു രൂപം ആ പോക്കറ്റ് അടിക്കാരിൽ നമ്മൾ കാണുകയാണ്. അപ്പൊ ഇവര് രണ്ടുപേരെയാണ് കമ്പയർ ചെയ്യേണ്ടത്, താരതമ്യം ചെയ്യേണ്ടത്. ആരെയാണ്? ഒന്ന് ഹോട്ടലുകാരനെ അല്ലെ, ഹോട്ടലുകാരനെയും പിന്നെ ആരാണ്? ഹോട്ടലുകാരനെയും പോക്കറ്റ് അടിക്കാരനെയും അല്ലെ. ഹോട്ടലുകാരനെയും ആരെയാണ് കമ്പയർ ചെയ്യേണ്ടത്? പിന്നെ പോക്കറ്റ് അടിക്കാരനെയും അല്ലെ. ഹോട്ടലുകാരനെയും നമ്മൾ കമ്പയർ ചെയ്യണം. പോക്കറ്റ് അടിക്കാരൻ. യെസ്, ഇവരെ രണ്ടുപേരുടെയും സ്വഭാവങ്ങളാണ് നമ്മൾ കമ്പയർ ചെയ്ത് എഴുതേണ്ടത്. അപ്പൊ പരീക്ഷയ്ക്ക് എങ്ങനെ നിങ്ങൾ എഴുതണം നമുക്ക് നോക്കാം അല്ലെ. ആദ്യം ഈ കഥയുടെ ഈ സംഭവം ഒന്ന് എഴുതണം, അത് നിർബന്ധമാണ് അല്ലെ. ഹോട്ടലിൽ നിന്ന് കഴിച്ച ഭക്ഷണത്തിന്റെ പണം കൊടുക്കാൻ ഒരുങ്ങുമ്പോഴാണ് കഥാനായകൻ, അതായത് നമ്മുടെ ബഷീർ കേട്ടോ, കഥാനായകൻ തന്റെ പേഴ്സ് നഷ്ടപ്പെട്ടത് അറിയുന്നത്. ഹോട്ടൽ ഉടമ അത് വിശ്വസിക്കാൻ തയ്യാറായില്ല. പേഴ്സ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് വിശ്വസിക്കാൻ തയ്യാറായില്ല. കഥാനായകന്റെ കണ്ണുകൾ ചൂർന്നെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഹോട്ടൽ ഉടമ അദ്ദേഹത്തിന്റെ വസ്ത്രങ്ങൾ ഓരോന്നായി അഴിക്കാൻ ആവശ്യപ്പെട്ടു. ഈ അവസരത്തിലാണ് അപരിചിതനായ ഒരാൾ ദൈവത്തെ പോലെ പ്രത്യക്ഷപ്പെട്ടതും ആ പ്രതിസന്ധിയിൽ നിന്ന് അദ്ദേഹത്തെ മോചിപ്പിച്ചതും. ഇത്തരം ഒരു അവസ്ഥയിൽ കരുണ കാണിക്കാതെ എല്ലാവരും കാഴ്ചക്കാരായി രസിച്ചു നിൽക്കുമ്പോൾ രക്ഷകനായി എത്തുന്ന പോക്കറ്റ് അടിക്കാരനാണ് അല്ലെ. പിന്നെയാണ് കച്ചവടക്കാരന്റെ പെരുമാറ്റം മനുഷ്യരഹിതവും അല്ലെ, മനുഷ്യത്വരഹിതവും ക്രൂരവുമായിരുന്നു. സ്വഭാവമാണ് ഹോട്ടൽ ഉടമേന്റെ, കച്ചവടക്കാരന്റെ അല്ലെ. അയാൾ വെറും കച്ചവട കണ്ണോട് മാത്രം പെരുമാറുന്ന മനുഷ്യനായിരുന്നു. എന്നാൽ മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത പോക്കറ്റ് അടിക്കാരൻ കഥാനായകൻ കഴിച്ച ഭക്ഷണത്തിന്റെ ബില്ലടയ്ക്കുക അല്ലെ, ബില്ലടയ്ക്കുക മാത്രമല്ല കഥാനായകന്റെ പേഴ്സ് തിരിച്ചു നൽകാനും അയാൾ തയ്യാറാവുന്നുണ്ട്. സമൂഹത്തിൽ അംഗീകാരമുള്ള ഹോട്ടൽക്കാരനെ പോലുള്ളവർ ക്രൂരമായി പെരുമാറുമ്പോൾ സമൂഹത്തിൽ പോക്കറ്റ് അടിക്കാരൻ എന്ന ലേബലുള്ള ഒരു കള്ളൻ നന്മയുടെ രൂപവുമാകുന്നു എന്ന് പറഞ്ഞ് നമുക്ക് ഈ താരതമ്യക്കുറിപ്പ് അവസാനിപ്പിക്കാം. രണ്ടുപേരുടെയും സ്വഭാവം, ഒരാൾക്ക് എന്താണ്? മനുഷ്യത്വരഹിതവും ക്രൂരവുമാണ് ആര്? കച്ചവടക്കാരൻ അല്ലെ. ഇത് നമ്മുടെ പോക്കറ്റ് അടിക്കാരൻ എന്താണ്? അതെ, മനുഷ്യത്വം മരവിച്ചിട്ടില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ പോക്കറ്റ് അടിക്കാരൻ അയാൾ ആരാണ്? നന്മയുടെ പ്രതിരൂപമായി മാറുകയാണ് എന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഇതാണ് ഇങ്ങനെ താരതമ്യക്കുറിപ്പ് എഴുതാൻ വന്നാല് എന്റെ മക്കളെ എഴുതേണ്ടത് കേട്ടോ. ഈ ഉത്തരം നമുക്ക് മറ്റു പലയിടത്തും ഉപയോഗിക്കാം. ഇതിന്റെ ഒരു ആശയം അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നൊക്കെ പറഞ്ഞാലും മക്കൾക്ക്
ഈ കാര്യം തന്നെ എഴുതിയാൽ മതിയാവും കേട്ടോ. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ കാണാം. എല്ലാ ക്ലാസ്സുകളും എല്ലാ കോണ്ടന്റ് വീഡിയോസും മക്കൾ കാണണം. നമ്മുടെ പരീക്ഷയ്ക്ക് ഫുൾ ഗ്രേഡ് വാങ്ങണം. മറ്റു വിഷയങ്ങൾക്കൊപ്പം തന്നെ നിൽക്കണം നമ്മുടെ അടിസ്ഥാന പാഠാവലിയും മലയാളവും ഒക്കെ കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ.